ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കത്തോലിക്ക തിരുസഭയുടെ ഏറ്റവും അടിസ്ഥാന വിശ്വാസ രഹസ്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ അമ്മയോടുള്ള വണക്കം. ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി സഭ വണങ്ങുകയും അവളുടെ മാതൃസഹായം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും പാരമ്പര്യങ്ങളുടെയും ഒക്കെ അടിത്തറയും അതിൽ നിന്നും ഉയർക്കൊണ്ടിട്ടുള്ള വിശ്വാസ രഹസ്യങ്ങളുടെ കരുത്തും ഉണ്ടെങ്കിലും ഈ വിശ്വാസ രഹസ്യത്തെ കൂടുതൽ ഹൃദ്യമാക്കി മാറ്റിയത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളാണ്. നൂറ്റാണ്ടുകളായി ഒരുപാട് ഇടങ്ങളിൽ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഒക്കെ പരിശുദ്ധ അമ്മ പല രീതിയിൽ പ്രത്യക്ഷപ്പെടുകയും കാലഘട്ടത്തിന് അനുയോജ്യമായ സന്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ സാന്നിധ്യം പല രീതിയിൽ പ്രകടമാക്കുകയും ഈ പ്രത്യക്ഷീകരണങ്ങൾ വഴി അനേകർ അമ്മയിലൂടെ ഈശോയോട് കൂടുതൽ അടുക്കുകയും ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറയുകയും അതുവഴി ചരിത്രത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങളിൽ ഏറെ കൗതുകമുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് താല്പര്യം തോന്നുന്ന ഒരു പ്രത്യക്ഷീകരണം മെക്സിക്കോയിൽ 1541 നടന്നു. ഇത് മെക്സിക്കോയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് ഉതകുന്നതായിരുന്നു. യൂറോപ്യന്മാരായ സഞ്ചാരികൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്നത് അവിടുത്തെ ആദിവാസി വിഭാഗം, പിന്നീട് യൂറോപ്യൻ ആളുകൾ അവരെ വിളിച്ചത്, പാശ്ചാത്യർ അവരെ വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്നാണ്. അവർ മാത്രമായിരുന്നു അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങോട്ടുള്ള സഞ്ചാരപാതയൊക്കെ കണ്ടുപിടിച്ചതിനെ തുടർന്ന് വിവിധ യൂറോപ്പിലെ രാജ്യക്കാർ, പ്രത്യേകിച്ച് സ്പെയിൻ, പോർച്ചുഗീസ് തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ആളുകൾ ഈ രാജ്യങ്ങളൊക്കെ അവിടെയുള്ള തദ്ദേശീയരായ ആദിവാസി വിഭാഗത്തെ ഒക്കെ ആക്രമിച്ച് കീഴടക്കി രാജ്യങ്ങളും അവിടുത്തെ സമ്പത്തും ഒക്കെ സ്വന്തമാക്കാൻ ആരംഭിച്ചു. അതിനോടൊപ്പം തന്നെ ഈ മിഷണറിമാരുടെ കൂടെ തന്നെ ഈ യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരുടെ കൂടെ തന്നെ മിഷണറിമാരായിട്ടുള്ളവരും ചെന്നു. അവര് അവിടെ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുകയും അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് വേരുപാവുകയും ചെയ്തു. ഇപ്രകാരം 1519 സ്പെയിൻ മെക്സിക്കോ എന്ന രാജ്യത്തെ അവിടുത്തെ തദ്ദേശീയ ആദിവാസി രാജാക്കന്മാരെ കീഴടക്കി അവിടെ ഭരണം ഉറപ്പിച്ചത്. ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ വലിയ വെല്ലുവിളികൾ അവിടെ കടന്നു ചെന്ന ക്രിസ്ത്യൻ മിഷണറിമാർക്കുണ്ടായിരുന്നു. കാരണം വളരെ പ്രാചീനമായ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന അവിടുത്തെ ആദിവാസി വിഭാഗത്തിന്റെ ഇടയിലുണ്ടായിരുന്ന ആചാരങ്ങളും രീതികളും ഒക്കെ വളരെയധികം ദുർഘടം പിടിച്ചതും അതിലേറെ അവരെ വിഷമിപ്പിക്കുന്നതുമായിരുന്നു. ഏറ്റവും കിരാതമായ ഒരു ആചാരം അവരുടെ ഇടയിലുണ്ടായിരുന്നു. അത് അവരുടെ സർപ്പദേവതയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർ നടത്തിയിരുന്ന നരബലിയായിരുന്നു. സ്പെയിൻകാരെ പരാജയപ്പെടുത്തിയ അവിടുത്തെ രാജാവായി സ്ഥാനമേറ്റത് ആഘോഷിച്ചത് 101 പേരെ ബലിയർപ്പിച്ച് അവരുടെ രക്തം മലമുകളിൽ ഒരു ബലിപീഠത്തിൽ ഒഴുക്കിയാണ് അവര് ആഘോഷിച്ചത്. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഏറ്റവും അധികം നരബലികൾ, അതായത് 4 വർഷം കൊണ്ട് 80,000 പേരെ
ബലിയായിട്ട് സമർപ്പിക്കുന്ന ആചാരം വരെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതായത് ദുർബലരായിട്ടുള്ള വ്യക്തികളാണ് ഇപ്രകാരമുള്ള നരബലികൾക്കൊക്കെ ഇരയാകുന്നത് നമുക്കറിയാം. ഇവരുടെ ബലികളെല്ലാം നടന്നത് തെപ്പിയാക്ക എന്ന് പറയുന്ന ഇന്ന് മെക്സിക്കോ സിറ്റി എന്നറിയപ്പെടുന്ന മെക്സിക്കോയുടെ തലസ്ഥാനമായുള്ള ഒരു മലയിലാണ് കൂടുതൽ ബലികളും സർപ്പദേവതയ്ക്കുള്ള അർപ്പിച്ച ആചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ക്രൈസ്തവ മിഷന്മാർ കടന്നു ചെന്ന് വിശ്വാസം പ്രചരിപ്പിക്കുകയും കുറെ ആദിവാസികൾ അല്ലെങ്കിൽ റെഡ് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ വിശ്വാസം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് 6 വർഷമേ ആയിട്ടുള്ള ജുവാൻ ഡിയാഗോ എന്ന് പറയുന്ന വ്യക്തി തനിക്ക് ലഭിച്ച വിശ്വാസത്തിൽ അടിയുറച്ച ബോധ്യമുണ്ടായിരുന്ന ആള് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിലും തുടർന്ന് മിഷണന്മാരുടെ വേദപാഠ ക്ലാസ്സിലുമൊക്കെ വളരെ ചിട്ടയായി പങ്കെടുക്കുമായിരുന്നു. 51 വയസ്സോളം അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നു. അത് ഒരിക്കൽ അദ്ദേഹം ദേവാലയത്തിലേക്ക് ഡിസംബർ മാസം, കൃത്യമായി പറഞ്ഞാൽ 1541 ഡിസംബർ 9 മഞ്ഞ് പെയ്യുന്ന ഒരു പ്രഭാതത്തിൽ അദ്ദേഹം ഈ പർവ്വതത്തിന്റെ ഓരം ചേർന്ന് വളരെ തിരുക്കത്തിൽ ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ദേവാലയത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ പിറകിൽ നിന്നും ആരും വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ ശബ്ദം അദ്ദേഹം കേട്ടു. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ വളരെ സുന്ദരിയായ ഒരു യുവതിയെ കണ്ടു. അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ജുവാനോട് സ്ത്രീ പറഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയം ആണ് എന്ന്. അപ്പോ നമുക്കറിയാലോ 6 വർഷമേ ആയിട്ടുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് വളരെയധികം ഭയചരിതനായി പോയ ഈ ജുവാൻ പരിശുദ്ധ അമ്മയുടെ പാദങ്ങൾ ചുംബിച്ച് നിലത്ത് സാഷ്ടാംഗം വീണ് കിടന്നു. അപ്പോ അമ്മ ജുവാനോട് പറഞ്ഞു, ജുവാൻ, നീ എഴുന്നേൽക്കുക, നീ ചെന്ന് മെത്രാനോട് പറയുക, ഈ മലയിൽ എന്റെ നാമത്തിൽ ഒരു പള്ളി പണിയണം എന്ന്. എല്ലാം അത്ഭുതത്തോടെ കേട്ടു നിന്ന ജുവാൻ കേട്ട പാതി കേൾക്കാത്ത പാതി അരമനയിലേക്ക് പോവുകയാണ്. രാവിലെ തൊട്ട് നടന്ന് ഉച്ചയായി അദ്ദേഹം മെത്രാസന മന്ദിരത്തിൽ എത്തിയപ്പോ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആള് മെത്രാൻ സ്പെയിൻകാരനാണ്. സ്പാനിഷ് ഭാഷ മാത്രമേ മെത്രാൻ അറിയത്തുള്ളൂ. എങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് ഈ ജുവാൻ സംസാരിക്കുന്ന ആദിവാസി ഭാഷ അറിയാവുന്ന ഒരു വൈദികൻ അരമനയിൽ ഉണ്ടായിരുന്നു. ആദ്യമൊന്നും അദ്ദേഹത്തെ കയറ്റിവിട്ടില്ലെങ്കിലും ഒടുവിൽ മെത്രാനെ കാണണം എന്ന് ശാഠ്യം പിടിച്ചതുകൊണ്ട് അദ്ദേഹം മെത്രാന്റെ മുമ്പിൽ ചെന്നു. ഇപ്പോ വളരെ വിശുദ്ധനായ ഒരു മെത്രാനായിരുന്നു അദ്ദേഹം. ഈ ജുവാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടു. അതിനെ അദ്ദേഹത്തിന് മനസ്സിലായി, ഇപ്രകാരം ഒരു കെട്ടുകഥ ഉണ്ടാക്കാൻ മാത്രം വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും എന്നാണെങ്കിലും ജുവാനില്ല. ഇതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ സ്വീകരിച്ചു. നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് ജുവാനെ മടങ്ങിയെത്തിയാണ്. അപ്പൊ വളരെ നിരാശയോടെയാണ് ജുവാൻ മടങ്ങിപ്പോകുന്നത്. കാരണം താൻ പറഞ്ഞത് മെത്രാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല എന്ന് ജുവാൻ മനസ്സിലായി. തിരികെ ചെന്ന ജുവാൻ താൻ ആദ്യം കണ്ട സ്ഥലത്ത് തന്നെ പരിശുദ്ധ അമ്മയെ വീണ്ടും കാണുകയാണ്. അമ്മയോട് പറഞ്ഞു, അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്ന് കരഞ്ഞുകൊണ്ട് ജുവാൻ പറയുകയാണ്, അമ്മ, വേറെ വിവരവും വിദ്യാഭ്യാസവും കുലമഹിമയുമുള്ള ആരെങ്കിലും ഒക്കെ പറഞ്ഞു വിട്ടാലേ മെത്രാൻ വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നെ ഇനി പറഞ്ഞു വിടണ്ട എന്ന്. അപ്പോ പരിശുദ്ധ അമ്മ പറഞ്ഞു, അല്ല ജുവാൻ, നീയാണ് ഇതിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് നീ തന്നെ പോകണം എന്ന്. നീ ചെന്ന് ഒരിക്കൽ കൂടി പറ, വീണ്ടും പറയുമ്പോ മെത്രാൻ വിശ്വസിക്കുമെന്ന്. അത്രയ്ക്ക് വലിയ സന്തോഷത്തോടെയൊന്നും അല്ലെങ്കിലും മാതാവ് പറഞ്ഞതല്ലെങ്കിൽ വിചാരിച്ച് വീണ്ടും ജുവാൻ പോവുകയാണ് മെത്രാന്റെ അടുക്കിലേക്ക്. മെത്രാന്റെ അടുക്കൽ ചെന്നു. വീണ്ടും മെത്രാനോട് പറഞ്ഞു, മാതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും അറിയിച്ചു. മാതാവ് തന്നെയാണ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ മെത്രാൻ ജുവാനോട് പറഞ്ഞു, മാതാവ് തന്നെയാണ് നിന്നെ അയച്ചത് എന്നുള്ളതിന് നീ ഒരു അടയാളം മാതാവിനോട് ആവശ്യപ്പെടുക. ആ അടയാളവുമായിട്ട് വരുമ്പോ
നമുക്ക് ആ മലമുകളിൽ ദേവാലയം പണിയുന്ന കാര്യം ആലോചിക്കാം എന്ന് പറഞ്ഞു. അപ്പോ ജുവാൻ അത് കേട്ട് തിരിച്ച് മാതാവിന്റെ അടുത്ത് വന്നു. മാതാവിന്റെ അടുത്ത് വന്ന് മാതാവിനോട് പറഞ്ഞു, ഇങ്ങനെ എത്ര ഒരു അടയാളം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ മാതാവ് പറഞ്ഞു, നാളെ നീ ഇവിടെ തന്നെ വരിക, നിനക്കുള്ള അടയാളം ഞാൻ തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ജുവാൻ വീട്ടിൽ ചെന്നു. ജുവാന്റെ കുടുംബത്തിലുള്ളവരൊക്കെ ആ കാലഘട്ടത്തില് വിഷപ്പനി എന്ന് പറയുന്ന മാരകമായ ഒരു രോഗം പിടിപെട്ട് മരിച്ചുപോയി. ഒത്തിരി പേര് മരിച്ചു. അവസാനം ജുവാന് സ്വന്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അമ്മാവൻ മാത്രമാണ്. വീട്ടിൽ ചെല്ലുമ്പോ ഈ അമ്മാവനെ പനി പിടിച്ചു കിടക്കുന്നതാണ് ജുവാൻ കാണുന്നത്. അപ്പൊ അമ്മാവനെ ശുശ്രൂഷിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ പരിചരിക്കാനായിട്ട് നിന്നതുകൊണ്ട് പിറ്റേ ദിവസം മാതാവിന്റെ അടുത്ത് പോകാനായിട്ട് ജുവാന് പറ്റിയില്ല. പക്ഷേ വൈകുന്നേരമായപ്പോൾ പനി കൂടി. അപ്പോ ജുവാന്റെ അമ്മാവ് പറഞ്ഞു, ഞാൻ ഏതായാലും മരിക്കുവാണ്, അതുകൊണ്ട് നീ പോയി അടുത്ത പള്ളിയിൽ നിന്നും അച്ഛനെ വിളിച്ചുകൊണ്ട് വരിക, എനിക്ക് അന്തികൂദാശ തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് ജുവാൻ വൈദികനെ കൂട്ടാനായിട്ട് പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പൊ ഇറങ്ങിയപ്പോ ജുവാൻ ഇങ്ങനെ വിചാരിച്ചു, എന്നും പോകുന്ന വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് ചിലപ്പോൾ മാതാവ് നിൽപ്പുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് വഴി മാറിപ്പോയാക്കാം എന്ന് വിചാരിച്ച് മലയുടെ മറ്റേ വശത്തു കൂടി ജുവാൻ പള്ളിയിലേക്ക് പോവുകയാണ്. പക്ഷെ ജുവാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. മറ്റേ വശത്ത് ചെന്നപ്പോ മാതാവ് തന്നെ അവിടെ വീണ്ടും നിൽക്കുന്നു. ഇപ്പോ മാതാവിനെ കണ്ടപ്പോ തന്നെ ജുവാൻ വിചാരിച്ചു, ഈ മാതാവിനെ വിടാനുള്ള ഭാവമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോ മാതാവ് പറഞ്ഞു, നീ വൈദികനെ കൂട്ടി അന്തികൂദാശന് കൊടുക്കട്ടെ, നിന്റെ അമ്മാവൻ മരിക്കുകയൊന്നുമില്ല, നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുക, നീ മെത്രാന്റെ അടുത്ത് പോയി ഈ മലയിൽ പള്ളി പണിയാൻ പറയുക എന്ന് പറഞ്ഞു. 2 തവണ പോയി പരാജയപ്പെട്ടതാണ്. അപ്പോ ജുവാൻ വീണ്ടും പറഞ്ഞു, അങ്ങ് പറഞ്ഞ അടയാളം എനിക്ക് തരാൻ പറഞ്ഞു. അപ്പൊ ഡിസംബർ മാസമാണ്, മഞ്ഞുകാലമാണ്. അപ്പൊ മാതാവ് ജുവാനോട് പറഞ്ഞു, നീ ആ മലഞ്ചേരിയിൽ ചെന്ന് അവിടെ നിൽക്കുന്ന റോസാപ്പൂക്കൾ പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. മാതാവ് പറഞ്ഞതിലേക്ക് കരുതി ജുവാൻ മല കയറാൻ തുടങ്ങി. കയറുമ്പോ ജുവാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഈ മാതാവിന് എന്താ പറ്റിയേ? മഞ്ഞ് കാലഘട്ടത്തിൽ റോസാപ്പൂക്കൾ ഒരിക്കലും ഉണ്ടാവാറില്ല. മാതാവിന്റെ വാക്ക് വിശ്വസിച്ച് മലഞ്ചേരിയിൽ ചെന്ന് ജുവാന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം ആ മലഞ്ചേരി മുഴുവൻ റോസാപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ജുവാൻ ഓടിച്ചെന്ന് തന്റെ മേൽക്കുപ്പായത്തിൽ കിട്ടാവുന്നതിലെ ഏറ്റവും നല്ല റോസാപ്പൂക്കൾ പറിച്ചുകൊണ്ട് തിരികെ മാതാവിന്റെ അടുത്ത് ഓടിയെത്തി. അപ്പൊ പഴയ മണിയൊക്കെ മാറി ജുവാൻ ഭയങ്കര ആവേശമായി. അപ്പോ മാതാവ് ആ റോസാപ്പൂക്കളിൽ നിന്നും ഏറ്റവും നല്ല റോസാപ്പൂക്കൾ തിരഞ്ഞെടുത്ത് അത് ജുവാന്റെ കുപ്പായത്തിൽ വെച്ച് കെട്ടി, ഈ കുപ്പായം തുറക്കരുത് എന്ന് പറഞ്ഞ് ഈ കുപ്പായം കൊണ്ടുപോയി മെത്രാനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ജുവാൻ അതിശീഘ്രം മെത്രാസന മന്ദിരത്തിലേക്ക് ഓടി. എനിക്കറിയാലോ, മെത്രാന്റെ അടുത്തേക്ക് പോകുമ്പോ ജുവാൻ ഓർത്തു, തന്റെ ഈ റോസാപ്പൂക്കളെ കാണുമ്പോൾ തന്നെ മെത്രാൻ വിശ്വസിക്കുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ടാണ് ഓടി മെത്രാസന മന്ദിരത്തിലെത്തുക. അവിടെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ ഈ മേലങ്കിയിൽ നിന്നും അഭൗമികമായ സുഗന്ധം പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോ ആ വഴിയെ ഓടുന്ന ജുവാന്റെ പിറകെ ആളുകൾ ഓടാൻ തുടങ്ങി. മെത്രാസന മന്ദിരത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ അംഗരക്ഷകർ അദ്ദേഹത്തെ കയറ്റിവിടാൻ, അവർക്ക് ഈ കുപ്പായത്തിന്റെ അല്ലെങ്കിൽ അവന്റെയിലുള്ള തുണിക്കെട്ടിനകത്ത് എന്താണെന്ന് കണ്ടാലേ മെത്രാനെ കാണിക്കൂ എന്ന് പറഞ്ഞു. ജുവാൻ അവിടെ കിടന്ന് അവരുമായി മൽപ്പിടുത്തമൊക്കെ നടത്തിയാണ് ഒടുവിൽ മെത്രാനെ എടുത്ത് മെത്രാനെ മാത്രമേ കാണിക്കാവുള്ളൂ എന്ന് മാതാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒടുവിൽ മെത്രാന്റെ അടുത്ത് ചെന്നു. പിതാവ് ജുവാനോട് ഈ തുണിക്കെട്ട് അഴിക്കാൻ ആവശ്യപ്പെട്ടു. തുണിക്കെട്ട് അഴിച്ചപ്പോ അതിൽ നിന്നും 2 റോസാപ്പൂക്കൾ താഴെ വീണു. ബാക്കി റോസാപ്പൂ ഒന്നുമില്ല. പക്ഷേ ജുവാൻ ഈ തുണി വിരിച്ചു പിടിച്ച് മെത്രാനെ കാണിക്കുമ്പോ ജുവാൻ അറിയാതെ തന്നെ ആ കുപ്പായത്തില് ജുവാൻ കണ്ട മാതാവിന്റെ അതേ ചിത്രം ഉണ്ടായിരുന്നു. ആ റോസാപ്പൂക്കൾ കൂടി അത് മാതാവിന്റെ മനോഹരമായ ഒരു ചിത്രമായി മാറി. നിങ്ങളുള്ളവരെ 1541 മെക്സിക്കോയിൽ മാതാവ് വെളിപ്പെട്ടത് ഗ്വാഡാലൂപ്പെ മാതാവ് എന്നാണ് അറിയപ്പെടുക. ഇത് ഇന്നും പിന്നീട് മെത്രാനോടെ ദേവാലയം പണിതു. മനോഹരമായ ദേവാലയം
ആ ദേവാലയത്തിന്റെ പ്രധാന അൾത്താരയിൽ ഇന്നും 5 നൂറ്റാണ്ടിന് ശേഷവും ഈ ചിത്രം ഇതേ കുപ്പായത്തിൽ 20 വർഷത്തിലധികം ആയുസ്സില്ലാത്ത ഒരു ആദിവാസി മനുഷ്യന്റെ കുപ്പായത്തിലാണ് ഈ മനോഹരമായ ചിത്രം. ശാസ്ത്രജ്ഞന്മാരിലുള്ള ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷവും അതേപോലെ തന്നെ ഇന്നും ഗാഡലേപ്പ മാതാവ് ആ ദേവാലയത്തിന്റെ അൾത്താരയിലെ ഈ കുപ്പായത്തിലുള്ള ചിത്രം നിലനിൽക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പിന്നീട് മെക്സിക്കോയിൽ നടന്നതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. കാരണം 4 ദിവസം കൊണ്ട് 80,000 പേരെയൊക്കെ നരബലി നടത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് 1 വർഷം കൊണ്ട് 10 ലക്ഷം പേരുടെ മാമോദീസായിക്ക് മെക്സിക്കോ സാക്ഷ്യം കുറിച്ചു. ഇന്ന് മെക്സിക്കോ ഒരു കത്തോലിക്ക രാജ്യമാണ്. അതിലേറെ ഈ ഗാഡലേപ്പ മാതാവിനെ കാണാൻ ഒരു ദിവസം 25,000 പേര്, ഏറ്റവും കുറഞ്ഞത് 1 വർഷം 1 കോടിയിലധികം തീർത്ഥാടകർ വരുന്ന ലോകത്തിലെ അപൂർവ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗാഡലേപ്പ മാതാവ്. ഈ മാതാവിന്റെ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മാതാവ് അവിടുത്തെ തദ്ദേശീയമായ വേഷത്തിലാണ് മാതാവിന്റെ ചിത്രം. അതോടൊപ്പം തന്നെ മാതാവ് ഗർഭിണിയാണ്. ഗർഭിണിയായിട്ടുള്ള മാതാവിന്റെ അപൂർവം ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ്, സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത ചിത്രം ആയതുകൊണ്ട് തന്നെ. പിന്നീട് ഡിയാഗോ അവിടെ തന്നെ ദേവാലയത്തിൽ തന്നെ മാതാവിന്റെ തനിക്ക് ലഭിച്ച പ്രതീക്ഷീകരണത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ജീവിച്ചു. 2002 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജുവാൻ ഡിയാഗോ എന്ന് പറയുന്ന വ്യക്തിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. സഭയുടെ ചരിത്രത്തിൽ ഈ ഗാഡലേപ്പ മാതാവിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഇതാണ്: ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത ആദിവാസി ആളുകൾ അല്ലെങ്കിൽ നരഭോജികളായ നരബലികൾ നടത്തിയിരുന്ന ആളുകൾ കിരാതമായ ഈ ആചരണം നിർത്താൻ സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ ഇടപെട്ടെങ്കിൽ ഇന്ന് അമ്മ ഗർഭിണിയായ അമ്മയുടെ രൂപം കാണപ്പെടുന്നതിനുള്ള കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ സങ്കടമാണ് അതിലൂടെ വെളിപ്പെടുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഗാഡലേപ്പ മാതാവിനെ അജാത ശിശുക്കളുടെ, അതായത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യേക പ്രതീക്ഷീകരണമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ചരിത്രത്തിൽ ഇടപെട്ടത് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ തിന്മയെ അല്ലെങ്കിൽ മനുഷ്യനിലെ പൈശാചിക സ്വാധീനങ്ങളെയൊക്കെ മറികടക്കാൻ വേണ്ടിയാണ്. ഗാഡലേപ്പ എന്ന പേര് ഉണ്ടായതിന് പിറകിൽ ആദിവാസി വിഭാഗത്തിൽ അവരുടെ ഭാഷയിൽ യഥാർത്ഥത്തിൽ മാതാവ് പറഞ്ഞ വാക്ക് ഞാൻ സർപ്പത്തിന്റെ തല തകർത്തവളാണ് എന്നുള്ള വാക്കാണ് ഗാഡലേപ്പ എന്ന പേര് പിന്നീട് ഉണ്ടാകുന്നതിന്റെ കാരണമായിട്ട് പറയുക. ഇന്ന് ദൈവത്തിനുള്ളിലായിരിക്കുമ്പോൾ അമ്മയുടെ വെളിപ്പെടുത്തലുകൾ നമ്മളുടെ വ്യക്തി ജീവിതത്തെ മാത്രമല്ല, സമൂഹത്തെ മാത്രമല്ല, ചരിത്രത്തെ തന്നെ മാറ്റാൻ ഉതകുന്നതാണ് എന്നുള്ളതാണ് കൂടുതൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. പരിശുദ്ധ അമ്മയുടെ പ്രോത്സാഹിക മാതാവിന്റെ രൂപം നമ്മുടെ ദേവാലയത്തിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനും ഈ രൂപമായിട്ട് എന്റെ മെത്രാനി കാണാൻ പോയായിരുന്നു. മെത്രാനിക്ക് എടുത്ത് പോകുമ്പോ എനിക്കൊരു പ്രാർത്ഥനയെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും അടയാളം പിതാവിന് കൊടുക്കണേ എന്ന്. അപ്പോ പിതാവ് രൂപം വാങ്ങിച്ച് മേശയിൽ വെച്ച് രൂപം വെഞ്ചരിച്ചു. രൂപം വെഞ്ചരിക്കുന്ന സമയത്ത്, ആനാമ്പഴം കളിക്കുന്ന സമയത്ത് ഈ റോസാംശിക മാതാവിന്റെ രൂപത്തിൽ നിന്നും സുഗന്ധം പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ പിതാവിനോട് പറഞ്ഞു, അച്ഛാ, ഇതിൽ നിന്നും സുഗന്ധം വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോ സ്നേഹമുള്ളവരെ, ദൈവികമായ വെളിപാടുകൾ പരിശുദ്ധ അമ്മ വഴി നമുക്ക് സ്വർഗം തരുന്നത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ്. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്, വിശ്വാസപൂർവം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പിതാവേ,
നീ ഇത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്നാലോ ജ്ഞാനികളിൽ നിന്ന് ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു എന്ന്. അതായത് കണ്ണടച്ച് വിശ്വസിക്കുന്ന, ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്ന, ബുദ്ധിയിൽ വിശകലനം നടത്താതെ, ജ്ഞാനത്തിന്റെയോ പാണ്ഡിത്യത്തിന്റെയോ ബലമില്ലാതെ നിഷ്കളങ്കതയോടെ വിശ്വസിക്കുന്നവരാണ് അത്ഭുതങ്ങൾ ദർശിക്കാൻ സാധിക്കുക. അവരാണ് ചരിത്രത്തെ മാറ്റി എഴുതാൻ പോവുക. അവരാണ് തലമുറകൾക്ക് കൈമാറുന്ന വിശ്വാസ ദീപത്തിന്റെ ഉറച്ച സാക്ഷികളായിട്ട് മാറുക. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് കേവലം ത്വാത്വികമായ ഒരു വിശ്വാസം എന്നതിനപ്പുറം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന, നമ്മുടെയൊക്കെ നിസാരങ്ങളെന്ന് നമ്മൾ കരുതുന്ന ഒരു ആദിവാസി മനുഷ്യനിലൂടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യക്ഷീകരണത്തിന് സ്വർഗം തയ്യാറായെങ്കിൽ നമ്മൾ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നവര്, അല്ലെങ്കിൽ ഈ മലമടക്കിൽ കഴിയുന്നവര്, അല്ലെങ്കിൽ നമ്മൾക്ക് കുലമഹിമയോ കുടുംബമഹിമയോ ശ്രേഷ്ഠമായ പാരമ്പര്യത്തിന്റെ പശ്ചാത്തലമോ ഒന്നും വേണമെന്നില്ല. അമ്മയ്ക്കും സ്വർഗത്തിലും വേണ്ടത് നിഷ്കളങ്കതയിൽ, നിർമ്മലതയിൽ വിശ്വാസം ഏറ്റുപറയുന്ന ജീവിതങ്ങളെയാണ്. എട്ടുനോമ്പ് ആചരിക്കുമ്പോൾ നമ്മളുടെ ജീവിതവും ഇതൊരു ആചരണത്തിന്റെ അനുഷ്ഠാനത്തിന്റെയോ അല്ല, മറിച്ച് ഇത് ഹൃദയം ചേർത്ത് വെക്കുന്ന, ജീവിതം സമ്പൂർണമായി സമർപ്പിക്കുന്ന, അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, അമ്മയുടെ വെളിപ്പെടുത്തലിന് ജീവിതം കൊണ്ട് സാക്ഷി നൽകാൻ തയ്യാറാകുന്ന ഒരു ആചരണമാകുമ്പോഴാണ് ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ സ്വാധീനിക്കുന്ന കാര്യമായി മാറുക. നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് ക്രിസ്തു ഇന്നും ആവർത്തിക്കുന്നു. സ്നേഹമുള്ളവരെ, കണ്ണു തുറന്ന് കാണാൻ, വിശ്വാസപൂർവ്വം ഏറ്റുപറയുവാൻ, അത് ജീവിതമാക്കി മാറ്റുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുന്നാൾ ഒരുങ്ങുമ്പോൾ നമുക്കും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നേ, അമ്മയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരടയാളം ഈ ദേശത്തുണ്ടാവണേ, ജീവിതങ്ങൾക്കുണ്ടാവണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. 8-ാം തീയതിക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സ്വർഗത്തിന്റെ അടയാളം ഈ മണ്ണിൽ സംഭവിക്കാൻ തീക്ഷ്ണതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. ദൈവജീവനായിരുന്നുകൊണ്ട് ഇവരെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.